സമൂഹത്തിനോട് ഒന്നേ പറയാനുള്ളൂ. മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഇന്റർനെറ്റൊക്കെ ഉപയോഗിച്ച് ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, പോലീസ് പിടിക്കും. അത് പിടിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് കേരള പോലീസിനുണ്ട്, കാസർഗോഡ് പോലീസിനുണ്ട്, കാസർഗോഡ് സൈബർ സെല്ലിനുണ്ട് എന്ന കാര്യം നമ്മളൊക്കെ ഓർക്കുക. ഒരു കുറ്റകൃത്യം ചെയ്ത ശേഷം അത് ആ സിമ്മോ അല്ലെങ്കിൽ ആ ഫോണോ ഉപയോഗിച്ച് തീയിലിടുകയോ വിഴുങ്ങുകയോ ഇനി പുഴയിൽ ഒഴുക്കുകയോ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അത് പിടിക്കാൻ ഇന്ന് അതിനുള്ള സാങ്കേതിക വിദ്യകൾ നമുക്കുണ്ട്, ഇല്ലേ? ഉണ്ട്. ചില ആളുടെ മുഖം മാറി, ഇവന്റെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന്. അറിയാം, ഭീഷണിയൊന്നുമല്ല, ഇല്ല കാര്യങ്ങൾ തുറന്നു പറഞ്ഞതേ ഉള്ളൂ. മൊബൈൽ ഫോൺ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതുമില്ലേ? ഓക്കെ, ഏകദേശം എല്ലാവരുടെ വീട്ടിലും കമ്പ്യൂട്ടർ ഉണ്ടാവും. ഒരാളുണ്ടോ? ഓക്കെ. വാട്സപ്പ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വാട്സപ്പിൽ അക്കൗണ്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഏകദേശം എല്ലാവരും വാട്സപ്പിലും ഉണ്ട്. ഇല്ലാത്തവരുണ്ട്. ഓക്കെ. എന്താണ് ഈ വാട്സപ്പ്? ഇന്നില്ലതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവമാധ്യമമാണ് വാട്സപ്പ്, അല്ലെ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് ഒരു പരാതിയെങ്കിലും ഒരു ദിവസം കിട്ടും വാട്സപ്പുമായി ബന്ധപ്പെട്ട്. എല്ലാവരെയും ആപ്പിലാക്കിക്കൊണ്ട് വാട്സപ്പ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ? നല്ല ഒരു നവമാധ്യമമാണ്. ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കുന്ന ഫോട്ടോ എന്റെ സുഹൃത്തിന് ലണ്ടനിലേക്കോ അമേരിക്കയിലേക്കോ എത്തിക്കണമെങ്കിൽ 1-2 സെക്കൻഡ് മതി വാട്സപ്പിൽ, അല്ലെ? ഫോട്ടോയും ഡോക്യുമെന്റുകളും ഒക്കെ പാസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു നവമാധ്യമമാണ് വാട്സപ്പ്. പക്ഷെ അത് ഒരുപാട് പേര് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ 20-ാം തീയതി നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും ഒരു മെസ്സേജ്. നാളെ കണ്ണൂർ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നതിന് നാളെ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കിട്ടിയില്ലേ? നമ്മൾ അപ്പൊ തന്നെ ഷെയർ ചെയ്തു, ഇല്ലേ? കിട്ടേണ്ട താമസം നമ്മളും ഷെയർ ചെയ്തു. പിറ്റേന്ന് രാവിലെ ജില്ലാ കളക്ടർ പരാതി തന്നു. ഇത് പിന്നെ ഞാൻ അറിയാതെ വന്നതാണെന്ന് പറയും. മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ 9 പേരെ അന്ന് വിളിപ്പിച്ചു. അത് അതിൽ ആദ്യം വിളിച്ച ഒരു വാർപ്പിന്റെ പണിക്ക് പോകുന്ന ഒരാവശ്യമില്ല ഈ മെസ്സേജ് പാസ് ചെയ്യണ്ടേ. അപ്പോ ആധികാരികത ഇല്ലാത്ത വാർത്തകൾ ഒരു കാരണവശാലും പാസ് ചെയ്യുക. സലിംകുമാറിനെ നമ്മൾ 14 പ്രാവശ്യം കൊന്നു, സിനിമ നടൻ, ഇല്ലേ? ജഗദീനെ കൊന്നു, ജയലളിത മരിക്കുന്നതിന് മുമ്പേ നമ്മൾ കൊന്നു, ഇല്ലേ? വാട്സപ്പിൽ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ. അതും കഴിഞ്ഞപ്പോഴാണ് 24-ാം തീയതി സംസ്ഥാനത്ത് CPM പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചു കണ്ണൂര്. സംസ്ഥാനത്താണ് CPM-ന്റെ ഹർത്താൽ എന്നൊരു വാർത്ത വന്നു. കിട്ടിയില്ലേ നിങ്ങൾക്ക്? കിട്ടി. അപ്പൊ തന്നെ അതും ഷെയർ ചെയ്തു കുറെ ആള്. ഒരിക്കൽ TV വെച്ച് നോക്കിക്കൂടെ? ഇല്ല. നമ്മൾ ആദ്യം കിട്ടിക്കാൻ എത്ര പെട്ടെന്ന് നമുക്ക് ആൾക്കാരെ അറിയിക്കാൻ പറ്റുമോ നമ്മളപ്പോ തന്നെ അറിയിച്ചു. പിറ്റേന്ന് രാവിലെ മുതൽ 5-6 ആള് അയച്ചവരൊക്കെ രാവിലെ മുതൽ വന്ന് നിൽക്കാൻ തുടങ്ങി സൈബർ സെല്ലിൽ. വിളിപ്പിച്ചു. ഗ്രൂപ്പ് അഡ്മിന്മാരുണ്ടോ ഇവിടെ? ഉണ്ടാവും അല്ലെ? ഒരുപാട് പേരുണ്ടാവും. ഒന്നൊന്നായിരിക്കില്ല, 10 ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകളാണ്, അല്ലെ? ഒന്ന് വീട്ടിൽ തന്നെ ഒരു ഗ്രൂപ്പ്, ഹോം, അച്ഛൻ, അമ്മ, 3 മക്കള്. അമ്മ മകൻ ചോദിക്കുന്നു ചോറായോ? അപ്പൊ അമ്മ മറുപടി പറയുന്നു ആയിട്ടില്ല. വീട്ടിൽ തന്നെ ഒരു ഗ്രൂപ്പ്. അത് കഴിയുമ്പോൾ മറ്റൊന്ന് ഫാമിലി, തറവാട്ടിലെ മറ്റൊരു ഗ്രൂപ്പ്. പിന്നെ ഇതുപോലെ ക്ലബ്ബുകൾ, ട്രെയിനിൽ പോകുന്നവര്, ബസ്സിൽ പോകുന്നവര് മറ്റൊരു ഗ്രൂപ്പ്. ഇങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയൊക്കെ കുറെ ഗ്രൂപ്പ് അഡ്മിന്മാരും ഉണ്ട്. ഗ്രൂപ്പ് അഡ്മിന്മാർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരാതി വരികയാണെങ്കിൽ ആദ്യം പോലീസിന് വിളിപ്പിക്കുന്നത്, സൈബർ സെല്ലിലേക്ക് വരേണ്ടി വരുന്നത് ഗ്രൂപ്പ് അഡ്മിനായിരിക്കും. അദ്ദേഹം വന്നിട്ടാണ് മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ ഇന്നാളാണ് ഇത്, ഇന്നാളുടെ അഡ്രസ് ഇന്നതാണൊക്കെ പറഞ്ഞു തരേണ്ടത്. അതുകൊണ്ട് ഗ്രൂപ്പ് അഡ്മിന്മാർ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും മോശമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരപ്പൊ തന്നെ ഒഴിവാക്കുക, വെക്കണ്ട. നിങ്ങൾക്ക് ബുദ്ധിമുട്ടും. അതോടൊപ്പം ഈ വാട്സപ്പ്, ഇവിടെ ഒരുപാട് യുവാക്കളുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് കുട്ടികളും യുവാക്കളുമാണ് ദുരുപയോഗം ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. മുമ്പൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തല്ലുന്ന അധ്യാപകരുണ്ടാവും, ഇല്ലേ? തല്ലുന്ന അധ്യാപകർ വരാതിരിക്കാൻ പള്ളിയിൽ പൈസ ഇട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അയാൾ വരാതെന്നാ മതിയായിരുന്നു, ഇല്ലേ? ഇന്ന് ആരെങ്കിലും കുട്ടികൾ ഇടുന്നവരുണ്ടോ? തല്ല് കൊടുക്കും. തല്ല് കൊടുക്കുക, അത്യാവശ്യം തല്ല് കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും പൈസ ഇടുന്നുണ്ടോ?
ഇല്ല. ഇന്ന് നമ്മളൊക്കെ ആൻഡ്രോയിഡ് ഫോൺ വരെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ചിത്താരി ഭാഗത്ത് നല്ല അടി കൊടുക്കുന്നതിന്റെ മാഷുണ്ടായിരുന്നു, നടന്ന സംഭവമാണ്. മാഷിന്റെ ഫോട്ടോ ഒരു വാട്സപ്പിന്റെ ഗ്രൂപ്പിലിട്ടു, നല്ല ഫോട്ടോ, ചിരിക്കുന്ന ഫോട്ടോ. അതിന്റെ അടിയിൽ എഴുതി അധ്യാപകൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു, ആദരാഞ്ജലികൾ. അത് വളരെ വേഗം പ്രചരിച്ചു. അപ്പൊ മാഷ് ക്ലാസ് എടുക്കാൻ പോയ ബന്ധത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ മരിച്ചു എന്ന് വാട്സപ്പിൽ പ്രചരിക്കുന്നുണ്ട്, എന്ത് ചെയ്യണം? ഞങ്ങൾ പറഞ്ഞു, വെള്ളക്കടലാസിൽ ഒരു പരാതി എഴുതുന്നാൽ മതി. ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റും അല്ലെ? അതുകൊണ്ട് വെള്ളക്കടലാസിൽ പരാതി തരാൻ പറഞ്ഞു. പക്ഷെ ആ നല്ല മാഷത്തിന് ഒരു പേടി, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളാവാൻ സാധ്യതയുണ്ട്, പിടിച്ചിട്ട് വെറുതെ വിടുക ചോദിച്ചു. നമ്മൾ പറഞ്ഞു, അത് നമ്മൾ പിന്നെ തീരുമാനിക്കണ്ടല്ലേ, പരാതി തരാൻ പറഞ്ഞു. പക്ഷെ ആ നല്ല മാഷ് പരാതി തന്നില്ല. പിറ്റേന്ന് ഞങ്ങൾ ഇവിടെ 2 മണിക്കൂർ ഒരു ക്ലാസ് എടുത്തപ്പോ വൈകുന്നേരം ഒരു കുട്ടി പോയി അധ്യാപകനോട് മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇത്രയും വലിയ ശിക്ഷ ഇനി കിട്ടുന്ന എനിക്ക് അറിയില്ല, ഞാനാണ് ഇത് ചെയ്തത്, മാപ്പ് തരണം. അതേപോലെ നീലേശ്വരം ഭാഗത്തെ പ്രധാന അധ്യാപകന്റെ ഫോട്ടോ വാട്സപ്പിൽ വന്നു. അദ്ദേഹം ഇതുവരെ ബീവറേജ് കോർപ്പറേഷനിൽ പോവാത്ത ആ മാഷ് ബീവറേജ് കോർപ്പറേഷനിൽ ക്യൂ നിൽക്കുന്നു, 3ാമനായിട്ട്. വെറുതെ അല്ല, ഒരു കുപ്പി ഇവിടെ വെച്ചിട്ട് അടുത്ത കുപ്പിക്ക്. മാഷ് ഇത് കണ്ടാകെ തരിച്ചുപോയി, പരാതി തരാനും പറഞ്ഞു. അങ്ങനെ ആ ബന്ധത്തിന്റെ മുകളിൽ അദ്ദേഹം വിളിക്കുകയും അന്ന് തന്നെ അദ്ദേഹത്തെ ജില്ലാ പോലീസ് മേധാവി എടുത്തു വരികയും പരാതി എഴുതി കൊടുക്കുകയും അതേ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ പിടിച്ചു. വെറുതെ ഒരു രസ്തിനി തല മാറ്റി വെച്ചത് മാഷ്. ഞാൻ പറയുന്നത് ഞങ്ങളുടെ അനുഭവങ്ങളാണ്. അതേപോലെ മാത്യു മാഷോടുള്ള ദേഷ്യം തീർക്കാൻ, മാത്യു മാഷ് നല്ല അടിയെല്ലാം കൊടുക്കുന്ന ഒരു സീനിയർ മാഷാണ്. മാഷോടുള്ള ദേഷ്യം തീർക്കാൻ ചെയ്തത് ഒരാള് ചെന്നൈയിൽ ആ പേമാരി നടക്കുന്ന സമയത്ത് വാട്സപ്പിൽ എഴുതി, ചെന്നൈ പേമാരിയിൽ മരണമടഞ്ഞ ആയിരങ്ങളുടെ കുടുംബാംഗങ്ങൾക്കായി നമ്മുടെ സ്വന്തം മാത്യു മാഷ് അദ്ദേഹത്തിന്റെ അടുത്ത 3 മാസത്തെ ശമ്പളം ചെന്നൈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നതാണ്. 3 മാസത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ 3 ലക്ഷം റുപ്യായി. മാഷ് ഇതൊന്നും അറിഞ്ഞില്ല. എല്ലാരും ലൈക്ക് അടിക്കാൻ തുടങ്ങി, കുറെ ആള് സൂപ്പർ കൈ കൊട്ടാൻ തുടങ്ങി. മാഷ് ഇത് അറിഞ്ഞില്ല. അവസാനം നിങ്ങളെ പോലെയുള്ള കുറച്ച് നാട്ടുകാരെല്ലാം കൂടി സ്വീകരണം വെച്ചു മാഷിക്ക്. അപ്പോഴാണ് മാഷ് അറിഞ്ഞത്. മാഷ് പരാതി തരികയും അതേ സ്കൂളിലുള്ള ഒരു കുട്ടിയെ പിടിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചെറിയ കുട്ടികൾ പോലും. തൻവീറുൽ സ്കൂളിലെ, നിങ്ങളുടെ കാസർഗോഡ് തന്നെ തൻവീറുൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ബൈക്ക് അപകടത്തിൽ മരിച്ചു എന്ന് വാട്സപ്പിൽ വന്നു വാർത്ത കഴിഞ്ഞ വർഷം. നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും ഈ വിഷന്റെ പേജിൽ. അന്വേഷണം കുറെ ആൾ സ്കൂളിൽ വിളിച്ച് സ്കൂളിന് അവധി ഉണ്ടാവുമെന്ന്. കുറെ ആൾ വീട്ടിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ആ വീട്ടുകാർ അറിഞ്ഞത്. ആകെ ബഹളായി. ആ സമയത്താണ് ഈ വിഷന്റെ ആൾ വന്ന് സൈബർ സെല്ലിൽ വന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ പേജല്ല, ഇത് കൃത്യമായിട്ട് ഉണ്ടാക്കിയതാണ്. അന്വേഷണം ആരംഭിച്ചു. 2 മണിക്കൂറിനുള്ള വിരുദ്ധനെ പിടിച്ചുകൊണ്ടുവന്നു. ആരി? ഇതേ 9ാം ക്ലാസ്സുകാരൻ ഇവൻ തന്നെ മരിച്ചു പറഞ്ഞിട്ട് ഇവൻ തന്നെ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തു. ഇതൊക്കെ ചെയ്യുന്നത് കുട്ടികളാണ്. അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞതിന്റെ ഒക്കെ അവസാനം ഞാനൊന്ന് പറഞ്ഞു, ഇതെല്ലാം പിടിച്ചിട്ടുണ്ട്, ആരും വെറുതെ വിടുന്നില്ല, പോകുന്നില്ല, രക്ഷപ്പെടുന്നില്ല. അതാണ് നമ്മൾ അതിന് പിന്നെ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം നമ്മുടെ വീട്ടമ്മമാരോടൊക്കെ, വീട്ടിലുള്ള വീട്ടമ്മമാർ ഉണ്ടാവും, വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും, അവർക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന് ഒരുപാട് ഈ നവമാധ്യമങ്ങൾ വന്നതോടുകൂടി നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലേ. സ്വാഭാവികമായിട്ടും ഒരു വീട്ടമ്മയുടെ വാട്സപ്പ് ആക്കണം എന്ന് ആഗ്രഹം അവർക്കും ഉണ്ടാവും. അങ്ങനെ ആ പച്ചക്കുമ്പള നിങ്ങൾ അവരെ ഫോണിലും ആക്കി കൊടുക്കും, ഇന്റർനെറ്റ് കണക്ഷനും ആക്കി കൊടുക്കും. അപ്പൊ തന്നെ അവരെന്ത് ചെയ്യും? ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് പ്രൊഫൈൽ പിക്ചർ ആക്കും വാട്സപ്പിൽ, അല്ലേ? ആക്കും. സ്വാഭാവികമായിട്ട് ഒരു വീട്ടമ്മയുടെ ഫോണിനകത്ത് ചിലപ്പോ ഗ്യാസ് കൊണ്ടുവരുന്ന ബാബുവേട്ടന്റെ ഫോൺ നമ്പർ ചിലപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഉണ്ടാവില്ലേ? ഓട്ടോറിക്ഷ ഓട്ടിക്കുന്ന റഫീഖിന്റെ ഉണ്ടാവും, വിറക് കൊണ്ടുവരുന്നവരെ ഉണ്ടാവും. ഇങ്ങനെ ഇവരെല്ലാം ഫോൺ നമ്പർ ചിലപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോഴോ ഇവര് വാട്സപ്പ് ഓണാക്കുന്ന സമയത്തുണ്ടാവും ഗ്യാസ് കൊണ്ടിരുന്ന ബാബോട്ടനെല്ലാം ചിരിച്ചുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും, ഇല്ലേ? ഓട്ടോറിക്ഷ ഓടിക്കുന്ന റഫീഖെല്ലാം കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ടാവും. ഇതൊക്കെ വാട്സപ്പിൽ കാണൂലേ? നേരെ തിരിച്ചും കാണും. തിരിച്ചിങ്ങോട്ടൊരു മെസ്സേജ് അയക്കുമ്പോൾ ഹായ് നയിച്ചു കഴിഞ്ഞാൽ നാളെ ഗ്യാസിന് തീർന്ന അവനെ വിളിക്കണ്ടേ? ഹായ് നയിക്കുമ്പോൾ എന്ത് ചെയ്യും? ഹലോ എന്ന് പറയും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ദിവസവും കാണുന്ന പ്രശ്നങ്ങളാണ്. വീട്ടമ്മമാരൊക്കെ വാട്സപ്പ് ഉണ്ടാക്കിയതോടുകൂടി നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികൾ വാട്സപ്പിലൂടെ ഫോട്ടോകൾ പാസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ അടുത്ത നാട്ടിൽ തന്നെയാണ് മംഗലാപുരത്ത് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥിനി സുഹൃത്തിന്റെ കല്യാണത്തിന് പോയി. അടുത്തടുത്തിരുന്നു, ഒരു മറ്റൊരു ചെറുപ്പക്കാരനുമായിരുന്നു, അടുത്തിരുന്നു, പരിചയപ്പെട്ടു. പോകുന്ന സമയത്ത് ഫോൺ നമ്പറും കൈമാറി വീട്ടിൽ പോയി. രണ്ടാളും വാട്സപ്പിലുണ്ട്, ചാറ്റിങ് തുടങ്ങി. ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഒരു സെൽഫി എടുത്തിട്ട് അയച്ചു കൊടുത്തു. പിന്നെ പറഞ്ഞു ഒരു ഫോട്ടോ കൂടെ വേണം ബാത്റൂമിൽ നിന്ന് എടുത്താണ്. അപ്പൊ തന്നെ സ്വന്തം ശരീരത്തിന്റെ മറ്റൊരു സെൽഫി എടുത്ത് അതും അയച്ചു കൊടുത്തു. 3ാമത് പറഞ്ഞു ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം ശരീരത്തിന്റെ മറ്റൊരു സെൽഫി വീഡിയോ എടുത്ത് അതും അയച്ചു കൊടുത്തു.
ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, ഇത് പുറത്തുപോയി ഒരു ഫോട്ടോ. ഇത്തരം ഫോട്ടോകൾ പുറത്തുപോയാൽ എന്തായിരിക്കും അവസ്ഥ? വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവും, ഇല്ലേ? ആ പെൺകുട്ടിയുടെ ജീവിതം തകർന്നു. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. കോടീശ്വരന്റെ സുരേഷ് ഗോപി പറയുന്നത് പോലെ ഒറ്റ ചോദ്യം മതി നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ, ആണല്ലേ കോടീശ്വരൻ? നമുക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, ഒറ്റ ക്ലിക്ക് മതി അവരുടെയൊക്കെ ജീവിതം മാറി മറിയാൻ, അല്ലേ? അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വാട്സപ്പ് എന്ന് പറയുന്ന നവമാധ്യമം ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ സഹോദരിമാർക്കും അല്ലെങ്കിൽ നമ്മളുടെ മക്കൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേപോലെ മറ്റൊരു നവമാധ്യമമാണ് ഫേസ്ബുക്ക്. ഫേസ്ബുക്കിൽ പ്രൊഫൈലുള്ളവരുണ്ടോ? ഇല്ലാത്തവരുണ്ടോ? രണ്ടുപേരില്ല, ബാക്കി എല്ലാവരും ഫേസ്ബുക്കിലുണ്ട്. ഫേസ്ബുക്ക് മറ്റൊരു നവമാധ്യമം. ഒരുപാട് നല്ല കാര്യങ്ങൾ. അരവിന്ദ് കെജ്രിവാളൊക്കെ ഡൽഹിയിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ജയത്തിന് പിന്നിൽ ഫേസ്ബുക്കാണ്, യുവാക്കളെ സ്വാധീനിക്കാൻ വേണ്ടി സാധിച്ചു. നമ്മുടെ നാട്ടിലെ ഇലക്ഷനിലും ഒരുപാട് പ്രചരണം ഇപ്രാവശ്യം നടന്നത് ഫേസ്ബുക്കിലും വാട്സപ്പിലെല്ലാം, അല്ലെ? അതേപോലെ ഒരുപാട് സംരംഭങ്ങൾ. എറണാകുളത്ത് ഞാൻ പാവങ്ങൾക്ക് 5 കിലോ അരി സൗജന്യമായി കൊടുക്കാൻ തയ്യാറാണ്, നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ച ഒരാൾ ഫേസ്ബുക്കിൽ ചാലഞ്ച് ചെയ്തപ്പോ എറണാകുളത്തെ പാവങ്ങൾക്ക് ഒരു ദിവസം 55,000 കിലോ അരി കിട്ടി. അത് മൈ റൈസ് ബക്കറ്റ് ചാലഞ്ച്. ഞാൻ 10 പുസ്തകം വായിച്ച് വായനശാലയിലേക്ക് ഫ്രീ ആയി 10 പുസ്തകം കൊടുക്കാൻ തയ്യാറാണ്, നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ച് ഫേസ്ബുക്കിൽ ചാലഞ്ച് ചെയ്തപ്പോ കേരളത്തിലെ വായനശാലകളിൽ 100 കണക്കിന് പുസ്തകങ്ങൾ കിട്ടി. അത് മൈ ബുക്ക് ചാലഞ്ച്. ഇതൊക്കെ ഫേസ്ബുക്കിൽ ഉണ്ടായ വലിയ വലിയ മാറ്റങ്ങളാണ്. അതേ സമയത്ത് ഫേസ്ബുക്കിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്ന പ്രശ്നമുണ്ട്. കേട്ടിട്ടുണ്ടോ? ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയവരുണ്ടോ? ഇവിടെ ഉണ്ട് വ്യാജ അക്കൗണ്ട്.